ഹായ് ഗൈസ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും ആദ്യം തന്നെ ചെറിയ പെരുന്നാൾ ആശംസകൾ. നമ്മളിപ്പോൾ ഉള്ളത് സൽമാൻ സിറ്റി ബീച്ചിലാണ്. നമുക്കിനി ബീച്ചൊന്ന് കാണാം. നീന്തി കടന്നാൽ നമുക്ക് സൗദിയിലെത്താം. ഇവിടെ ബോംബ് പൊട്ടിയാലും നമ്മൾ നീന്തി സൗദിയിലെത്തും. ഇവിടെ മെസ്സേജിലൂടെ നമുക്ക് അങ്ങോട്ട് തള്ളിയിടാം സൗദിയിലേക്ക്. അതൊക്കെ അത്രേ ഉള്ളൂ. ഇവിടെ കുറേ ടീംസ് കുളിക്കുന്നുണ്ട്. അവർക്ക് പോയി ഇതെന്താ സൽമാൻ സിറ്റിയിലെ സ്ഥിതിവിശേഷങ്ങൾ അറിയാൻ ഇന്ന് രാവിലെ അവിടെ മെസ്സേജ് വീണ്. അതെന്താ അറിയാൻ വേണ്ടി നമ്മൾ ഇല്ലാത്തൊന്നും പറയല്ലോ. വന്നിരിക്കുകയാണ് ഇങ്ങോട്ട്. ബീച്ചിലേക്ക് പോകുമ്പം ഇന്ന് പെരുന്നാളാകുമ്പോൾ തന്നെ എല്ലാവരും ബീച്ചിലെത്തിയിട്ടുണ്ട്. ആര്? രണ്ട് പാകിസ്ഥാനിയാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. ബീച്ചിലേക്ക് ഒരുപാട് സന്ദർശകരുണ്ടായിരുന്നു. ഇപ്പം കുറഞ്ഞിരിക്കുകയാണ് തിരക്ക്. രാവിലെ നല്ല തിരക്കായിരുന്നു. രാവിലെ പെരുന്നാൾ നമസ്കാരം കഴിഞ്ഞ് ഇവിടെ എത്തിയതാണ്. നമസ്കാരം കഴിഞ്ഞ് നമ്മളിവിടെ എത്തിയപ്പം നല്ല തിരക്കായിരുന്നു. അപ്പം 2 മണിക്കൂർ കഴിഞ്ഞു. ഇപ്പം തിരക്കൊക്കെ കുറഞ്ഞ് കുറച്ച് സന്ദർശകർ അവിടെ കുളിക്കുന്നുണ്ട്. ഇത് കാണിച്ചു കൊടുക്കണം. മീന് പിന്നെ മീന് വൈബ് തന്നെ. അടുത്തതായി നമ്മൾ പോകുന്നത് വെള്ളിയാഴ്ച അതുകൊണ്ട് പള്ളിയിലേക്ക് പോവുകയാണ്. പള്ളിയിലേക്ക് ഗ്രാൻഡ് മോസ്കിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത്. ബഹ്റൈനെ കുറിച്ച് എന്താ അഭിപ്രായം? ബഹ്റൈൻ എന്ന് പറഞ്ഞാൽ ഇതൊരു പവിഴ ദ്വീപ് എന്നറിയപ്പെടുന്നതാണ് ബഹ്റൈൻ ദ്വീപ്. പെരുന്നാളായിട്ട് എന്താ പരിപാടി? പെരുന്നാളായിട്ട് നമ്മൾ ബീച്ചിലൊക്കെ പോയി ഫുഡൊക്കെ കഴിച്ചു. ഇനി ഫുഡ് കഴിക്കാൻ ബീഫ് ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ട്. ബീഫ് ബിരിയാണി ആയിരുന്നു അല്ലേ? രൂപേഷേട്ടൻ്റെ സ്പെഷ്യൽ ബീഫ് ബിരിയാണി. മുഹസിൻ നേതൃത്വം കൊടുക്കുന്ന രൂപേഷിൻ്റെ ബിരിയാണിയാണെന്നുള്ളത്. വൈകിട്ട് എന്താ പരിപാടി? കുട്ടിക്കാല പെരുന്നാൾ വിശേഷങ്ങൾ എന്താ? പെരുന്നാളിനെ കുറിച്ച് എന്തെങ്കിലും ഓർമ്മകളുണ്ടോ? കുട്ടിക്കാലത്തെന്ന് പറഞ്ഞാൽ അന്നത്തെ ഒരു വൈബ് ഇന്നില്ല. ഇന്നത്തെ തലമുറ എന്ന് പറയുന്നത് വളരെ സവിശേഷതമായ ഒരു തലമുറയാണ്. പണ്ടത്തെ വൈബൊന്നും ഇപ്പോൾ കിട്ടൂല. ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഫുഡൊക്കെ നമ്മൾ വീടുകളിൽ തന്നെ എല്ലാം തയ്യാറാക്കി കഴിക്കുന്ന രീതിയായിരുന്നു ഉള്ളത്. ഇപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞാൽ എല്ലാം ഓർഡർ ചെയ്യുക. എല്ലാവരും ഫാസ്റ്റ് ഫുഡിൻ്റെ ആൾക്കാരാണ്. പണ്ടൊക്കെ നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ പുഴയിൽ പോയി കുളിക്കുക, എന്നിട്ട് പള്ളിയിൽ പോകുക, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ. ഇപ്പോൾ പുഴയെല്ലാം നികത്തിയിരിക്കുകയാണ്. ഇപ്പം അങ്ങനത്തെ സംഭവങ്ങളൊന്നും നമ്മളതിനനുസരിച്ച് വലുതായി, നമ്മളതിനനുസരിച്ച് മാറ്റങ്ങൾ വന്ന് പ്രവാസികളായി. പണ്ടത്തെ ഒരു പറഞ്ഞു വരികയാണ്, പണ്ടത്തെ ഒരു പുതുമയൊന്നും ഇപ്പം കിട്ടുന്നില്ല. പഴയ ഒരു വൈബും കാര്യങ്ങളൊന്നും ഇല്ല. ഇന്നത്തെ തലമുറ എന്ന് പറഞ്ഞാൽ ഫോണ്, ഗെയിം, വണ്ടി അങ്ങനെയുള്ള രീതിയിലേക്ക് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നമുക്ക് ബഹ്റൈനെ കുറിച്ച് പറയാനുള്ളത്, ബഹ്റൈന് നമ്മൾ ന്യൂസിലൊന്നും കാണുന്ന പോലെ വലിയ വിഷയമൊന്നും ഇല്ല. അവിടെ എല്ലാവരും സാധാരണ ജീവിതമല്ല എല്ലാവരും നടന്നു പോകുന്നുണ്ട്. ഇറാനും അമേരിക്കയും ഇസ്രായേലുമായിട്ടുള്ള യുദ്ധം ഉണ്ടെങ്കിലും ബഹ്റൈനെ വല്ലാതെ ബാധിച്ചില്ല. ഫ്ലൈറ്റൊക്കെ ക്ലോസ് ആണ്. ബഹ്റൈനൊക്കെ എയർപോർട്ട് ക്ലോസ് ആയിട്ട് ഇപ്പോൾ ഏകദേശം തുടങ്ങി അന്ന് മുതലും ക്ലോസ് ആയിരിക്കണം അല്ലേ? എയർപോർട്ട് അന്ന് തൊട്ട് ക്ലോസ് ആണ്. അമേരിക്കൻ ബേസ് പല ഭാഗത്തും ഉള്ളത് കൊണ്ട് ഇറാന്റെ ശക്തമായ ഒരു ഇടപെടൽ ഈ രാജ്യത്തുണ്ട്. ബേസുകളിൽ മാത്രമാണ് അവർ ആക്രമിക്കുന്നുള്ളൂ. ഒരിക്കലും ഒരു യുദ്ധം ചെയ്തിട്ട് ഒരു രാജ്യത്തിനും ഗുണം വരാൻ പോകുന്നില്ല. എല്ലാ രാജ്യത്തിനും ദോഷം മാത്രമേ വരുന്നുള്ളൂ. സാധാരണക്കാരുടെ ജീവിതമാണ് ഏറ്റവും കൂടുതൽ വഷളാകുന്നത്.
യുദ്ധം വെറും നേതാക്കന്മാരെ മാത്രം ബാധിക്കുന്ന ഒരു വിഷയമല്ല, എല്ലാ ആൾക്കാരെയും ബാധിക്കുന്ന വിഷയമാണ്, പ്രത്യേകിച്ച് നമ്മളെപ്പോലത്തെ പ്രവാസികൾ. യുദ്ധത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ യുദ്ധം സാധാരണ മേഖലകളിലെല്ലാം നമുക്ക് നാട്ടിൽ തന്നെ നമ്മൾ നോക്കുമ്പോൾ അവിടെ ഗ്യാസിനാകട്ടെ മറ്റ് സാധനങ്ങൾക്കാകട്ടെ എല്ലാം വലിയ രീതിയിൽ ബാധിച്ചിട്ടുണ്ട്. ഇറാൻ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ പ്രകൃതിവാതക സംഭരണശാലകളിലേക്കാണ് അവർ അടിച്ചുകൊണ്ടിരിക്കുന്നത്. അത് എല്ലാ മേഖലകളിലും എല്ലാ രാജ്യത്തും ഇത് ബാധിച്ചുകൊണ്ടിരിക്കുകയാണ്. ബഹ്റൈനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു സാമ്പത്തിക സ്രോതസ് എന്ന് പറയുന്നത് ബാപ്കോന്റെ പെട്രോൾ പമ്പിൽ അടിച്ചല്ലേ ഇതിന് മുമ്പ്. അതുകൊണ്ട് ബാപ്കോ ഇപ്പൊ പറയുന്നത് അവർക്ക് എണ്ണ ഇനി കൂടുതൽ കൊടുക്കാനാവില്ല, ഇതുവരെയുള്ള സ്റ്റോക്ക് കഴിഞ്ഞാൽ സ്റ്റോപ്പ് ചെയ്യേണ്ടി വരുന്ന പറയും. എണ്ണ ഉൽപാദനം ഇനി 6 വർഷത്തേക്ക് പഴയ രീതിയിലേക്ക് അത് കൊണ്ടുവരാനായിട്ട് ഒരു 6 വർഷം ഇനിയും വേണമെന്നാണ് അവർ പറഞ്ഞത്. തൊഴിലാളികളെ ആകെ പിരിച്ച് വിടുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. നമ്മളിപ്പോൾ ബാപ്കോയുടെ പെട്രോൾ പമ്പാണ് കാണുന്നത്. അത് നിലവിൽ അടവാണ്. പെട്രോള് പൊതുവെ കുറഞ്ഞിരിക്കുകയാണ്. നടക്കുന്ന സംഭവം നമുക്കല്ല അറിയാം. അങ്ങനെ പ്രത്യേകിച്ച് വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. സാധാരണ നിലയ്ക്കാണ് ജീവിതങ്ങളെല്ലാം മുന്നോട്ട് പോകുന്നത്. എല്ലാ മേഖലകളിലൊന്നും ബാധിച്ച് തുടങ്ങിയിട്ടില്ല. ധാരാളം വിദേശികൾ വരുന്നൊരു മസ്ജിദാണ് ഗ്രാൻഡ് മോസ്ക് ബഹ്റൈനിലെ മിനി താജ്മഹൽ എന്നറിയപ്പെടുന്നു ഗ്രാൻഡ് മോസ്ക്. ലെഫ്റ്റല്ലേടാ എന്നിട്ട് റേറ്റ് എടുക്കുക. നല്ല ബീച്ച് ഏരിയ ആണ്. ബഹ്റൈൻ്റെ ബ്യൂട്ടി. സൽമാൻ സിറ്റി എന്ന് പറയുന്നത് തന്നെ ഒരു മാൻമെയ്ഡാണ്. അതെ അതെ. അതായത് കടൽ നികത്തി എടുത്തതാണ് ഈ പ്രദേശം മുഴുവനും. ഇതോടുകൂടി നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നമ്മുടെ ചാനലിലെ 2ാമത്തെ വീഡിയോ ആണിത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക.